ബി.ജെ.പിക്ക് കിട്ടേണ്ടത് കിട്ടി. ഇനി ആരുടെയും സഹായം വേണ്ട. പറഞ്ഞു വരുന്നത് ബി.ജെ.പിയുടെ പുതിയ തീരുമാനത്തെ കുറിച്ചാണ്. ഹരിയാനയിൽ ബി.ജെ.പി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 2019 ജെ.ജെ.പിയുമായി ചേർന്ന് സഖ്യമുണ്ടാക്കിയാണ് ബി.ജെ.പി അധികാരത്തിലെത്തിയത്. എന്നാൽ മത്സരം ഒറ്റയ്ക്കായിരുന്നു. അത് തന്നെ ഇത്തവണയും ആവർത്തിക്കുമെന്നാണ് അമിത്ഷാ പറയുന്നത്. അതേസമയം കാര്യങ്ങൾ ഇപ്പോഴും ബി.ജെ.പിക്ക് അനുകൂലമല്ല എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ബി.ജെ.പിയും 5 സീറ്റുകൾ വീതമാണ് നേടിയത്. 2019 ബി.ജെ.പി എല്ലാ സീറ്റിലും വിജയിച്ചിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യത്തിന് ഇവിടെ വിജയിക്കാൻ സാധ്യതയുണ്ട്. സംസ്ഥാനത്തെ സാഹചര്യം വിലയിരുത്താൻ അമിത്ഷാ തന്നെ നേരിട്ടെത്തുകയായിരുന്നു. ബി.ജെ.പി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് അമിത്ഷാ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നയാബ് സിംഗ് സൈനിയുടെ നേതൃത്വത്തിൽ തന്നെ തിരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും അമിത്ഷാ അറിയിച്ചിരിക്കുകയാണ്. മനോഹർ ലാൽ ഖട്ടറിന് പകരമാണ് സൈനി നേരത്തെ മുഖ്യമന്ത്രിയായത്. അതേസമയം 10 വർഷത്തെ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ നേട്ടങ്ങൾ ജനങ്ങളെ അറിയിക്കണമെന്ന് അമിത്ഷാ പ്രവർത്തകരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2,70,000 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ ഹരിയാനയിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. പല അസാധ്യ കാര്യങ്ങളും സാധ്യമാക്കിയത് മോദി സർക്കാരാണ്. അയോധ്യയിലെ രാമക്ഷേത്രം, ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതും പാകിസ്ഥാൻ സർജിക്കൽ സ്ട്രൈക്കിലൂടെ മറുപടി നൽകിയതും രാജ്യത്ത് പുതിയ വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നതുമെല്ലാം മോദി സർക്കാരിന്റെ നേട്ടങ്ങളാണെന്നാണ് അമിത്ഷാ പറയുന്നത്. കോൺഗ്രസ് അഴിമതിയും കമ്മീഷനും ചേർന്ന പാർട്ടിയാണ്. അവർക്ക് ഹരിയാനയിൽ വികസനം കൊണ്ടുവരാനാവില്ല. 3ൽ 2 ഭൂരിപക്ഷം നേടി ഹരിയാന പിടിക്കണമെന്നും പ്രവർത്തകരോട് അമിത്ഷാ ആണയിട്ട് പറയുന്നുണ്ട്. അതേസമയം ഹരിയാനയിൽ പക്ഷേ സാഹചര്യം ബി.ജെ.പിക്ക് അനുകൂലമാണെന്ന് പറയാനാവില്ല. വോട്ട് ശതമാനത്തിൽ കാര്യമായ ഇടിവാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പി നേരിട്ടത്. 58.21% വോട്ട് 2019 ഉണ്ടായിരുന്നു. അവിടെ നിന്ന് 46.11% വീണത്. അതുപോലെ കോൺഗ്രസിന് 28.51% വോട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അത് 43.67 ഉയർന്നു. ആം ആദ്മി പാർട്ടി കുരുക്ഷേത്രയിൽ നിന്ന് മത്സരിച്ചുവെങ്കിലും പരാജയപ്പെട്ടു. പക്ഷേ അവരുടെ വോട്ട് ശതമാനം 0.36% നിന്ന് 3.94% ഉയർന്നു. ജെ.ജെ.പിക്ക് ഇത്തവണ 1.74% വോട്ടാണ് ലഭിച്ചത്. നിയമസഭാ മണ്ഡലങ്ങൾ നോക്കുകയാണെങ്കിൽ ഹരിയാനയിലെ 90 സീറ്റിൽ ബി.ജെ.പി 44 എണ്ണത്തിൽ വിജയിച്ചേക്കും. കോൺഗ്രസ് 42ലും വിജയിക്കാം. എ.എ.പി 4 സീറ്റിലും വിജയിച്ചേക്കാം. ഇതോടെ ഇന്ത്യ സഖ്യത്തിന് മുൻതൂക്കമുണ്ടാകും. ബി.ജെ.പി 46 സീറ്റ് എന്ന മാന്ത്രിക സംഖ്യ കടക്കാനാവില്ലെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിന് പക്ഷേ നേരിയ ഭൂരിപക്ഷത്തോടെ ഭരണം പിടിക്കാനാകും. കോൺഗ്രസ് റോത്തക്, സിർസ മണ്ഡലത്തിലെ എല്ലാ നിയമസഭാ സീറ്റുകളിലും ലീഡ് നേടിയിട്ടുണ്ട്. ബി.ജെ.പി കർണാലിൽ മാത്രമാണ് ഇത്തവണ ലീഡ് ചെയ്യുന്നത്. എ.എ.പിയുമായി ചേർന്ന് മത്സരിച്ചാൽ ഇവിടെ കോൺഗ്രസിന് ഭരണം പുഷ്പം പോലെ പിടിക്കാനാകും.